ആറ്റുകാൽ പൊങ്കാല എത്ര ബ്യൂട്ടിഫുൾ ആൻഡ് ഡിവൈൻ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഇതിനിടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമില്ലേ, നമ്മുടെ സ്കിൻ കെയർ. കൂടുതലും എനിക്ക് പേഷ്യൻസ് വരുന്നത് ആഫ്റ്റർ പൊങ്കാലയാണ്. സൺ ഡാമേജ് ആയി, സൺ ബേൺ ആയി, ടാൻ ആയി, പിഗ്മെന്റേഷൻ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഞാൻ പോയ വർഷങ്ങളിൽ എന്താണോ ചെയ്തത് അത് ഞാൻ ഷെയർ ചെയ്യുവാണ് നിങ്ങളുമായിട്ട്. 3 ടൈം ഫ്രെയിമിലാണ് നമ്മൾ സ്കിൻ കെയറിനെ കാണേണ്ടത്. പൊങ്കാലയ്ക്ക് മുൻപ്, അന്നേ ദിവസം, അതിനുശേഷം. പൊങ്കാലയ്ക്ക് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലാസ്റ്റ് മിനിറ്റ് ഉള്ള സ്കിൻ കെയർ ട്രീറ്റ്മെന്റ്സ് ലൈക്ക് പീൽസ്, ലേസേഴ്സ്, മെഡിഫേഷ്യൽസ് അങ്ങനെയുള്ളത് കഴിയുന്നത്ര ഒഴിവാക്കുക. ബിക്കോസ് ഇത്രയും ചൂടും അതുപോലെ സ്വെറ്റും വന്നിട്ട് ഇറിറ്റേഷൻ അതുപോലെ ബ്രേക്ക് ഔട്ട്സിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പൊങ്കാലയുടെ അന്നേ ദിവസം കഴിയുന്നതും ഹെവി മേക്കപ്പ് ജസ്റ്റ് ഒന്ന് അവോയ്ഡ് ചെയ്യുക. ബിക്കോസ് ഹീറ്റ് കാരണം അത് ഇറിറ്റന്റ് ആവും, പോർസ് ഒക്കെ ക്ലോഗ് ആവും, ആക്നെ ബ്രേക്ക് ഔട്ട്സ് വരും. അതുപോലെ തന്നെ നമ്മൾ സ്റ്റേ ഹൈഡ്രേറ്റഡ്, SPF 50+ അല്ലെങ്കിൽ ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ തന്നെ യൂസ് ചെയ്യുക. SPF ഉള്ള ലിപ് ബാം ചൂസ് ചെയ്യുക. പ്രിഫറബ്ലി ഐ ഷീൽഡ് ആൻഡ് എ വൈറ്റ് ക്യാപ്പ്. ആസ് യൂഷ്വൽ ലൂസ് ഫിറ്റിംഗ് ആയിട്ടുള്ള കോട്ടൺ ക്ലോത്ത്സ്, അതല്ലാന്നുണ്ടെങ്കിൽ സാരീസ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങളുടെ പൊങ്കാല ഉത്സവത്തിന് പോകുന്ന എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഉറപ്പായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. സോ എൻജോയ് യുവർ പൊങ്കാല, സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് വിത്ത് യുവർ സ്കിൻ. പോസ്റ്റ് പൊങ്കാല ടിപ്സുമായി see you on next video.